ഒരുപാട് സന്തോഷം. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രത്യേക അനുഭവമാണ് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും വരുന്നുണ്ട്, ഒരുപാട് ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി. നമ്മൾ പ്രതീക്ഷിച്ച ലാലേട്ടനെ ഇതിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഡയറക്ടേഴ്സാണ് ഈ വരേണ്ടത്. അയ്യോ, ഇതിൽ ഭയങ്കര നല്ല അഭിനയം. പിന്നെ മോഹൻലാലിനെ പറയണ്ടല്ലോ, ഭയങ്കര സൂപ്പറാ. പടം നല്ല പടമല്ല. ലാലേട്ടൻ സൂപ്പർ. പഴയ ലാലേട്ടൻ തന്നെ. ആക്ഷൻ ത്രില്ഡ് വളരെ നല്ലതായിരുന്നു. സൂപ്പർ. നല്ല മൂവിയാണ്, നല്ല സിനിമയാണ്. കുടുംബചിത്രം കുറേ കാലമായി കണ്ടിട്ട്. നല്ലൊരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ പുള്ളി നല്ല രീതിയിൽ, നമുക്കറിയാം ഇതിന് മുന്നേയുള്ള മൂവീസിലൂടെ നമുക്കത് തെളിയിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ലാലേട്ടന് നല്ല അഭിനയം തന്നെയൊക്കെ തന്നെയായിരുന്നു. നല്ല കഥയുണ്ട്. നല്ല കോൺഫിഡൻ്റ് ആയിട്ട് എടുത്തേക്കുന്ന ഡയറക്ടർ ഈ പടം. നല്ല മൂവിയാ. തുടരുമ കണ്ട സൂപ്പർ മൂവി. നല്ല ആക്ടിങ്. പിന്നെ മോഹൻലാലിനെ പറയണ്ടല്ലോ, ഭയങ്കര സൂപ്പറാ. ശോഭന ആയാലും നല്ലൊരു കംബാക്കാണ്. അടിപൊളി പടം, മസ്റ്റ് വാച്ചാണ്. കണ്ടിരിക്കാൻ ഒരു മിനിറ്റ് പോലും ലാഗോ ബോറടിയോ ഒന്നുമില്ലാതെ അടിപൊളി പടം. അവസാനം സെക്കൻഡ് ഹാഫൊക്കെ കരഞ്ഞു പൊടിച്ചു, ഭയങ്കര ഇമോഷണലായി പോയി. ലാലേട്ടൻ്റെ അഭിനയം ഒന്നും പറയാനില്ല, സൂപ്പറാ. പഴയ ലാലേട്ടനെ തിരിച്ചിട്ട്. അയ്യോ, ഇതിൽ ഭയങ്കര നല്ല അഭിനയം, നല്ല സൂപ്പർ ആയിട്ടുണ്ട്. മികച്ച ഡയറക്ഷൻ, അടിപൊളിയാണ്. സന്തോഷം, ഭയങ്കര സന്തോഷം. എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസാണ് വരുന്നത്. എല്ലാ തിയേറ്റേഴ്സും ഫുള്ളായിട്ട് പോകുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നു. ഭയങ്കര സന്തോഷം. സത്യം ഞാനും കണ്ടു. ഒരുപാട് റിവ്യൂസ് ഒരുപാട് പേരെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടാണ് പോകുന്നത്. അതും നമുക്കൊരു സന്തോഷം. കാരണം നമ്മൾ ആഗ്രഹിച്ചത് ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് ആയിരുന്നു. ഇതിൽ നമുക്ക് അങ്ങനെ, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഞങ്ങൾക്ക് പല ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റത്തില്ല പുറത്തേക്ക്. കാരണം അപ്പോഴേക്കും നമുക്കറിയാമല്ലോ എല്ലാവരും എന്തായിരിക്കും എന്ന് അത് അന്വേഷിച്ച് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം ലാലേട്ടനും ശോഭന ചേച്ചിയുടെയും മാത്രം വെച്ചിട്ട്, പിന്നെ നമുക്കറിയായിരുന്നു കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ വരും. പിന്നെ എനിക്കൊന്നും ഒരു ഓഫ്ലൈൻ പബ്ലിസിറ്റി ഒരുപാട് ചെയ്തിരുന്നു. ഓൺലൈനാണ് നമ്മൾ ഇത് വെച്ചുകൊണ്ട്, കാരണം ഇത് കഴിഞ്ഞിട്ട് എല്ലാവരുടെയും ഇൻ്റർവ്യൂസും ഒക്കെ വരട്ടെ എന്ന് വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളൊരു കാര്യം, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. കാരണം ഇത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു പ്രത്യേക അനുഭവമാണ് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ. അപ്പോൾ ഇപ്പോൾ തന്നെ എല്ലാവരും വരുന്നുണ്ട്, ഒരുപാട് ഫാമിലി ആയിട്ട് എല്ലാവരും വരുന്നുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരോടും നന്ദി. കൊച്ചിയിലാണുള്ളത്. എല്ലാവരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. കാരണം എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരുപാട് ഹാർഡ് വർക്ക്, എല്ലാവരും ഒരുപാട് ഷൂട്ടൊക്കെ ഒരുപാട് ഭയങ്കര കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സീക്വൻസുകൾ. അപ്പോൾ അതിൻ്റെ എല്ലാ ഒരു റിസൾട്ട് നമ്മളെടുത്ത പോലെ തന്നെ ആളുകൾക്ക് അത് ഇഷ്ടമാവുന്നു എന്ന് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഫാമിലി ഡ്രാമ ആണല്ലോ. അല്ല, അത് നമുക്ക് സന്തോഷമാണ്. നമുക്ക് ലാലേട്ടൻ്റെ എല്ലാ ഓരോ കഥാപാത്രങ്ങളും അല്ലേ, അതല്ലേ. ആക്ടിങ്, ഫുൾ സ്റ്റോറി മൊത്തക്കുള്ളൂ. നമ്മുടെ വില്ലനായിട്ടുള്ള അടിപൊളിയായിട്ടുണ്ട്. ശരിയാണ്. ലാലേട്ടൻ അങ്ങനെ ഈ നമ്മുടെ കഥയ്ക്കനുസരിച്ചിട്ടില്ലേ അവരുടെയൊക്കെ പെർഫോമൻസ് നല്ലതായിരിക്കുന്നു. നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ എപ്പോഴും ആസ്വദിച്ചൊരു അടിപൊളിയാണല്ലോ. സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല. ശരിക്കും എമ്പുരാനിൽ നമ്മൾ ലാലേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് ഉണ്ടെങ്കിൽ ഇതാണ് ശരിക്കുള്ള ലാലേട്ടൻ. നമ്മൾ പ്രതീക്ഷിച്ച ലാലേട്ടനെ ഇതിൽ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, വില്ലൻ ഫസ്റ്റ് മൂവിയാണെന്നൊന്നും തോന്നുന്നില്ല. പ്രൊഫഷണൽ വില്ലനാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഡയറക്ഷൻ അടിപൊളി, ഒന്നും പറയാനില്ല. ഇങ്ങനത്തെ ഡയറക്ടേഴ്സാണ് ഈ വരേണ്ടത്.